ഹലോ റഷീദല്ലേ? ഇതെവിടെ? നമ്മളെ മാനു വാപ്പാനായിട്ട് പോയി വരുമ്പോഴേ പിന്നെ വാപ്പാൻ്റെ അടുക്ക പോയിന്നല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ ആക്സിഡൻ്റ് ആയിക്കണമെന്ന് പറഞ്ഞു കേട്ടു. കയ്യിനൊക്കെ പൊട്ടുണ്ട്, വാര്യൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണേ. അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക്. നമുക്കൊന്ന് പോകണ്ട അവിടെ. ഇതിപ്പോൾ എവിടെ ഉള്ളത്? ഞാണ്ട് വരാം ആലീച്ചും കൊണ്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കുക, വിവരങ്ങളൊന്നും അറിയാലോ. എന്നാ പെട്ടെന്ന് കേട്ടാ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ. എന്താണ് മാനു പറ്റിയിട്ടുണ്ട്? മാനുവിന് എന്തായാലും ചെറിയ ആക്സിഡന്റ് ആയിക്കോളൂ വാപ്പാനായിട്ട് വരുമ്പോ തന്നെ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വാര്യലിന് പൊട്ടുണ്ട്, സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, കയ്യിലിട്ട് പൊട്ടുണ്ടൊക്കെ പറഞ്ഞ്. എവിടെ വെച്ചാണല്ലേ? ഇവിടെ അവിടെ വെച്ചിട്ടാണ്. കറക്റ്റ് സൈറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ നമ്മൾ ഈ കടമ്പൈ ഭാഗത്തോടെ വെച്ചിട്ടാണ് തന്നെ സംഭവം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ല, സ്ക്രാച്ച് ഒക്കെ അപ്പോൾ കെട്ടി റെഡിയാക്കി ഏതായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ്. വീട്ടിൽ കൊണ്ടുവരണ്ടോ? പോയി നോക്കാം. പോയി നോക്കാം. മാനുവാ എന്തടാ? അതൊന്നും ഇപ്പൊ പറയണ്ട. ചെറുതായിട്ടേ ഇവിടെ വെച്ചിട്ട് ആക്സിഡന്റ് ചങ്ങായി. അവിടെയുള്ള ആൾക്കാരൊക്കെ പാടെ കൂടി ഓലൊക്കെ പാടെ എന്നെ ആസ്പത്രി കൊണ്ടുപോയത്. പേർക്കാരും അറിഞ്ഞിട്ടില്ല. എന്താ കൂടെ ബാപ്പ പോന്നീന്നല്ലേ? ബാപ്പ ഇവിടെ? അതൊക്കെ ഒരു കഥയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിനൊരു സുഖം ചങ്ങായി. ഞാൻ ആകെ ഓരോ പ്രശ്നത്തിൽ പെട്ടു. അതൊന്നിപ്പോ പിന്നെ പറയാം നമുക്ക്. ഞാൻ ആകെ ഓരോ ടെൻഷനിൽ പോന്നപ്പോ സംഭവിച്ചതാണ് ഇപ്പൊ ഇത്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ സംഭവിക്കൂല. എത്താ പറ്റിന്നില്ല. അനക്ക് പപ്പ എത്താ പറ്റിന്ന് അറിയണം. എന്തുണ്ടായെന്ന് എനിക്കറിയോ? ഞാൻ ബാപ്പാനെ ആസ്പത്രി പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് പോരുമ്പോ ഉണ്ടായ സംഭവമാണ് ആ അനാഥ മന്ദിരത്തില്. അത് ഇവിടുന്ന് പോയപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ സ്കൂളിലും മദ്രസയിലും പഠിപ്പിച്ചതും അതും ഇതും ഒക്കെ. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടിയതാണ്. അവിടുന്ന് ആ ടെൻഷനിൽ ഞാൻ പോരിന്റെ ഇടയിൽ വണ്ടി തെന്നി മാറിയതാണ്. അനക്കിപ്പോ സുഖമല്ലോ. അനക്കിപ്പോ മൂപ്പര് ഇപ്പാനെ കൊണ്ടാഞ്ഞ് ബാപ്പാനെ കൊണ്ടാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതില്ല. എന്റെ സമാധാനക്കേട് കഴിഞ്ഞില്ലേ? നിന്റത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വാപ്പാനെ കൊണ്ടാക്കിയോണ്ട് വരുമ്പോ വണ്ടി കുത്തി മറിച്ചാല് പറഞ്ഞാൽ വണ്ടി എന്റെ വാപ്പ കൊണ്ടിരുന്നേ. ഇത് എന്റെ വാപ്പായി പോയി. എന്റെ സ്വഭാവത്തിനനുസരിച്ച് അനെ ഞാൻ ചവിട്ടി കൂട്ടുകയാണ്. എന്നെ കൂടെ ഇപ്പൊ വെച്ചാലിട്ടാണ് ആൾക്കാരാകെ അറിയില്ല ചെയ്തത്. വാപ്പാനെ ആസ്പത്രി കൊണ്ടാക്കിയതും ഈ അനാഥത്തിൽ കൊണ്ടാക്കിയതും ഞാൻ ആക്സിഡന്റ് ആയതും ഒക്കെ മൊത്തം അറിയില്ല, ആൾക്കാരറിയില്ല. ഇനിയിപ്പോ എന്താ ചോദിച്ചാ ഇജ്ജ് പറയാ എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിഷം കൊണ്ടോ? അല്ലാത്ത ഞാൻ പറയാ പോർന്ന് കയ്യ് തരാൻ വെച്ചാ. പിന്നെ അത് ചെറിയൊരു ആക്സിഡന്റ് ആയതാ. ഇതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞ കുട്ടികളിച്ച് കേട്ടതോ? പൊന്നാരൊന്നും പറയണ്ട. ഞാൻ ആകെ ടെൻഷനിലാണ്. അപ്പൊ എന്റെ വാപ്പ പോയി എന്റെപ്പം അതെന്നെ പറഞ്ഞത്. അതെ എന്റെ പെണ്ണുങ്ങൾ ഇതൊക്കെ പാടായിട്ട് ഞാൻ എന്താ ചെയ്യാ? ടെൻഷനായിട്ട് നിൽക്കാതെ എന്റെ ബാപ്പാനെ ഞാൻ അറിയാതെ പെണ്ണുങ്ങളെ കുത്തിത്തീർപ്പ് ഇതൊക്കെ പാടായിങ്ങാണ്ട് ഞാൻ എന്റെ ബാപ്പാനെ നിങ്ങളോട് പറയാന് ഇതൊരാളോട് പറയാൻ പറ്റുന്ന കേസല്ല. നിങ്ങളോട് പറയാൻ എന്റെ ബാപ്പാനെ ഞാൻ തൽക്കാലം ഒരു സ്ഥലത്ത് ആക്കി പോരുകയാണ്. ഈ സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പാനെ ആക്കി പോരുമ്പോ വണ്ടി ആ ടെൻഷനിൽ ഇങ്ങനെ പോരുകയാണ്. കാരണം അവനാന്റെ വാപ്പല്ലേ. ഞാൻ അനാഥ മന്ദിരത്തിൽ എല്ലാ കാര്യം തുറന്ന് പറയാം. അനാഥ മന്ദിരത്തിൽ ഇവിടെ തിരിപ്പോണ്ട് ആക്കി പോരുകയാണ്. അപ്പൊ നിങ്ങളോട് പറയാം അവനാന്റെ വാപ്പല്ലേ. എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. ആ ടെൻഷനിൽ ഇങ്ങനെ പോരുന്നതിന്റെ ഇടയിൽ വണ്ടി ഒന്നാണ്ട് കൈക്കന്ന് പോയി. അങ്ങനെ വണ്ടി മറിഞ്ഞു. വണ്ടി മറിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ പാടെ എന്നെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനൊക്കെ പാടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കിപ്പോ എന്താ ചെയ്യാൻ നിൽക്കുന്നത്? എനിക്ക് എന്റെ ഉപ്പാനെ കാണണം. ഓളെ ഞാൻ ഇവിടുന്ന് ആട്ടി എന്തിനു പറ്റും? ഇങ്ങനത്തെ ഓരോ കുത്തിത്തിരിപ്പ് ആലോചിച്ചു. അതിപ്പോ പറഞ്ഞ കാര്യം ഇപ്പൊ എനിക്ക് എന്റെ ഉപ്പാനെ കാണണം. ഇതാണെങ്കിൽ എനിക്കാണെങ്കിലും ശരിക്കും നടക്കാനും വെച്ചാ ഈ അവസ്ഥ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇതിന്റെ പേരിൽ മറ്റേ നിങ്ങളെന്തായി പറയാ? ഞാൻ എന്റെ അടുത്ത് വല്ലാത്തൊരു അബദ്ധം പറ്റിയത്. ഞാനത് ആകെ എനിക്ക് വെച്ച മനസ്സാകെ തകർന്നേ. ഞാൻ ആരെങ്കിലും കൂട്ടിട്ട് എങ്ങനെയും പോവാണ്. എനിക്ക് പാപ്പാനെ കാണാൻ പറ്റൂല. അത് ഓളെ തിരിപ്പും ഉണ്ടായതാണ്. ഇനിയിപ്പോ വെച്ച മനസ്സാകെ താഴ്ന്നേ. എനിക്ക് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് വണ്ടി തട്ടിയത് മറിഞ്ഞത് എനിക്ക് കേട് പറ്റിയത് എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്റെ ബാപ്പാടെ ഒറ്റക്കാണ്.
എനിക്ക് എന്റെ വാപ്പാനെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ എന്റെ വാപ്പാനെ പോകാൻ കൊണ്ടുവരാൻ പോണം. അത് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളെ ഒരു ഹെൽപ്പ് വെച്ചോ. നിങ്ങൾ എന്റെ കൂട്ടുകാരുണ്ട് റസി അസ്കറും, ഓരോന്ന് വിളിച്ചാൽ മതി, ബാക്കി ഞാനായിക്കോളാം കേട്ടോ. നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് ചെയ്താ ടിക്കറ്റിന്റെ പാപ്പാനെ കാണാൻ ഞാൻ പറ്റൂല. ഓള് പോവുകയാണെങ്കിൽ പോവുക വരിക എന്താ ആയിക്കോട്ടെ. എനിക്ക് ഓളെ കാര്യം കേൾക്കേ വേണ്ട. പൊന്നാർ കാക്ക, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ ബാപ്പാനെ കാണാഞ്ഞിട്ട് എനിക്ക് എന്റെ ബാപ്പല്ലാത്ത എനിക്ക് പോയേ പറ്റുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു അപരാധം ചെയ്തിട്ടില്ല. എന്റെ ബാപ്പാനെയുള്ള ഞാൻ ഈ പണി ചെയ്തത്. എനിക്ക് ആരെങ്കിലും അത് വിളിച്ചാട്ട് എനിക്ക് എന്റെ ബാപ്പാനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്റെ ബാപ്പാനെ കാണണം.